ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ സൗമ്യ അനീഷ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ടുള്ള ജീരകക്കഞ്ഞിയാണ്. അപ്പോൾ പല സ്ഥലങ്ങളിലും വ്യത്യസ്ത രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയൊക്കെ വീട്ടിലുണ്ടാക്കുന്ന ഈ രീതിയിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയണ്ട, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ കണ്ടിട്ട് വരാം. ജീരകക്കഞ്ഞി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പച്ചരി ഇല്ല എങ്കിൽ ബസ്മതി റൈസിലും ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി ഒരു കുക്കറിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പച്ചരി നന്നായിട്ട് കഴുകിയത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന ആശാളി ഒന്ന് കുതിർത്തി എടുത്തിട്ടുണ്ട്, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. വേവുന്നതിന് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ചു വെച്ച് നമുക്ക് ഗ്യാസിലേക്ക് മാറ്റിയിട്ട് വേവിച്ചെടുക്കാം. 2 വിസിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കണം. പച്ചരിയല്ലേ, പെട്ടെന്ന് വേവുന്നതാണ്. അപ്പോൾ അരി അവിടെ ഇരുന്ന് വേകട്ടെ. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. ജീരകം, മഞ്ഞൾപ്പൊടി, ചുവന്നുള്ളി, ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഒത്തിരി അങ്ങ് ഫൈനായിട്ട് അരഞ്ഞു പോകണ്ട, ഈ ഒരു പാകം മതി. ഇനി ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇപ്പോൾ 2 വിസിൽ കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിടാം. ഇനി ഇതിൻ്റെ എയറൊക്കെ ഒന്ന് നന്നായിട്ട് പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ എയറൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്, നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. റൈസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഉപ്പ് ഇത്തിരി കുറവാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ജീരകക്കഞ്ഞി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, ഗ്യാസിൽ നിന്ന് മാറ്റാം. ഇനി ഇതൊന്ന് താളിച്ചിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പാൻ ചൂടാകാൻ വെക്കാം. പാൻ നന്നായി ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി കഴിയുമ്പോൾ കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ജീരകക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കണം, ആരോഗ്യമൊക്കെ സൂക്ഷിക്കുക, മാസ്ക് ഒന്നും ഇല്ലാതെ ആരും പുറത്തു പോകരുത്. അപ്പോൾ ഇനി നമുക്ക് പിന്നെ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.